ഉറൂസുകളുടെ പേരിൽ എത്രയോ മോശപ്പെട്ട ശൈലികൾ ഇന്ന് ഈ തലമുറയിൽ നടക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ, മണത്തലയിൽ ഉറൂസ് എന്ന പേരിൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഡാൻസ് കളിക്കുകയാണ്, നൃത്തം ചവിട്ടുകയാണ്. എവിടെയാണ് നടക്കുന്നത്? അള്ളാഹുവിന്റെ ദീന് ഈ ലോകത്തെ പരിപൂർണമായി നിലനിർത്താൻ വേണ്ടി രാവും പകലും അധ്വാനിച്ചതാകുന്ന ഔലിയാക്കൾ കടന്നുറങ്ങുന്ന മണ്ണിൽ ഇത്തരത്തിലുള്ളതാകുന്ന കൂത്തരങ്ങൾ നടക്കുകയല്ലയോ? കൂറ്റനാടെന്ന് പറയുന്ന പ്രദേശത്ത് ഒരാനയടഞ്ഞിട്ട് ഒരു പാവപ്പെട്ടതാകുന്ന സഹോദരനെ കുത്തിക്കൊന്നതും ഈ തലമുറ കണ്ടില്ലയോ? നേർച്ചകളുടെ പേരിൽ പൂരമാക്കുകയാണ്, നേർച്ചകളെ മോശമാകുന്ന രീതിയിലേക്ക് വക്രീകരിച്ചു കൊണ്ടുവരുകയാണ്, അതിൽ ഹറാമുകൾ കടത്തിക്കൂട്ടുകയാണ്. ആനയിടന്നള്ളത്തും ചണ്ടമേളകളും വാദ്യമേളങ്ങളും സിനിമാറ്റിക് ഡാൻസുകളും ബ്രേക്കുകളും ഗാനമേള ട്രൂപ്പുകളുമായി കടന്നു വന്നുകൊണ്ട് ഔലിയാക്കളുടെ പേരിൽ നടത്തുന്ന ഈ മഹനീയമാക്കപ്പെട്ട ഉറൂസുകളെ നശിപ്പിക്കുകയല്ലയോ? അവരുടെ പൊരുത്തം കിട്ടാത്ത പ്രവണതയായി ഈ തലമുറ മാറിയില്ലയോ? അവിടെയെല്ലാം മക്കനയിട്ട സഹോദരിമാര്, അവിടെയെല്ലാം മുസ്ലിം ചെറുപ്പക്കാരുടെ സാന്നിധ്യമാണ്. മണിക്കൂറുകളോളം ഉറക്കമൊഴിച്ചുകൊണ്ട് നിൽക്കാൻ ഈ സമുദായത്തിൻ്റെതാകുന്ന ചെറുപ്പക്കാര് തയ്യാറാവുകയല്ലയോ? ആഖിറം നഷ്ടമാണ്. ഇത്തരത്തിലുള്ള കൂത്തരങ്ങുകൾ ഇസ്ലാമിൽ പെട്ടതല്ല. ഇത്തരത്തിലുള്ളതാകുന്ന നേർച്ചകളുടെ പേരിൽ നടക്കുന്ന ഈ തമ്മാടി തരങ്ങൾ ഒരു കാലഘട്ടത്തിലും ഒരു അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും അനുവദിച്ച് നൽകിയിട്ടില്ല. ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ളതാകുന്ന നീചവൃത്യങ്ങൾ അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ചെയ്യരുതേ മുസ്ലിമേ, അത്തരത്തിലുള്ള മജ്‌ലിസുകളിലേക്ക് നിങ്ങൾ പോകരുതേ. നാളെ ആഖിറം നഷ്ടമാണ്. അത്തരത്തിലുള്ള ഉത്സവ പരിപാടികളിലൊക്കെ നമ്മുടെ തലമുറ പോയി നിന്നുകൊണ്ട് നൃത്തം ചവിട്ടാൻ ലക്ഷങ്ങൾ അതിനുവേണ്ടി കൊടുക്കാണ് ഈ തലമുറ. അള്ളാഹു നമ്മുടെ ഈമാനിനെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. കണ്ടില്ലേ നിങ്ങൾ, കഴിഞ്ഞ ദിവസം ഒരു ആന ഇടഞ്ഞിട്ട് കൂറ്റനാട് നേർച്ചയിൽ കണ്ടില്ലേ, ഒരാളെ കുത്തിക്കൊന്നു, വേറൊരുത്തൻ സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. വീഡിയോ ഒക്കെ കണ്ടാൽ നമുക്ക് വല്ലാതെ ഭയന്നു പോകും. ഈ തലമുറ എവിടേക്കാണ് പോകുന്നത്? എത്ര കാലങ്ങളായി ഇത് പാടില്ല എന്ന് ഉലമാക്കൾ പറയുന്നു, പണ്ഡിതന്മാർ പറയുന്നു. ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിടുന്നതല്ലാതെ ആലിമീങ്ങളുടെ വാക്കുകളെ തൃണവൽഗണിക്കുന്ന മുസ്ലിം സമുദായത്തിലെ പണത്തിന്റെ പേരിൽ നിലകൊള്ളുന്നതാകുന്ന കമ്മിറ്റി ഭാരവാഹികൾ പൈസയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ളതാകുന്ന ഉറൂസുകളെ ആനയും മേളയും വാദ്യോപകരണങ്ങളും കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ട ശൈലിയിലേക്ക് ഉറൂസ് മാമാങ്കമാക്കി മാറ്റുന്നതാകുന്ന തലമുറയിലെ ആളുകൾ ആഖിറം നഷ്ടമാണ്, പരലോകം നഷ്ടമാണ്. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ ഹിസാബ് നേരിടേണ്ടി വരും. വലിയ വിചാരണ, കനത്ത വിചാരണ നേരിടേണ്ടി വരും. ഇതൊരു നിസ്സാര കാര്യമല്ല. ദീൻ എവിടെ പോയി ആലോചിച്ചു. ഇത് പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ദീനില്, ഇത് പാടില്ല എന്ന് പഠിപ്പിച്ച ഔലിയാക്കളുടേതാകുന്ന ഉറൂസിന്റെ അവരുടെ തിരുമുറ്റത്ത് നടക്കുന്ന തോന്നിവാസങ്ങളാണ്. ഇതൊന്നും ചോദിക്കാനും പറയാനും ഇതിനെതിരെ കൃത്യമായിട്ട് നിലകൊള്ളാനും നാട്ടിലുള്ള ചെറുപ്പക്കാരില്ലേ? ഈ സമുദായത്തിന് തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളുണ്ടായിരുന്നല്ലോ, ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നവരുണ്ടായിരുന്നല്ലോ. ഇതൊന്നും നാട്ടിൽ നടക്കില്ല, പാടില്ല എന്ന് എതിർത്തുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളുണ്ടായിരുന്നല്ലോ. അതൊക്കെ പരിപൂർണമായി ഒഴിവായി പോയി. ഇന്ന് എല്ലാവരും ഇതിന്റെ പിറകില. എന്തേ നടത്തുന്നില്ല എന്നാ ചോദിക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ.